ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് സ്ട്രക്ചർ ഓഫ് ആറ്റമാണ്. സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലെ 25 ക്വസ്റ്റ്യൻസ്. ഒരുവിധം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസാണ്, എന്നാൽ എല്ലാ ഡിഫിക്കൽട്ടി ലെവലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ സംബന്ധിച്ചോളം വളരെ തിയററ്റിക്കലി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്, പക്ഷേ കുറച്ച് പ്രോബ്ലം ബേസ്ഡുമാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പ്രോബ്ലംസും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which transition of the hydrogen spectrum would have the same wavelength? Length എന്ന് ഉദ്ദേശിക്കുന്ന വേവ് ലെങ്ത് ആണ്. The Balmer transition n equal to 4 to n equal to 2 of helium plus spectrum എന്നാണ്. അപ്പോൾ നോക്കൂ, നമ്മുടെ ഇക്വേഷൻ ഇതാണ്. റിഡ്ബർഗ് ഇക്വേഷന് 1/λ is equal to RH into z square into 1/n1 square minus 1/n2 square. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ അതിൽ RH ഒന്നും ഞാനിപ്പോൾ തൽക്കാലം വാല്യൂ എഴുതുന്നില്ല, കാരണം കമ്പാരിസനാണ്. ഇസഡ് സ്ക്വയർ എന്ന് പറയുന്നത് ചോദിച്ചിരിക്കുന്ന ഏതാ എലമെൻ്റ്? ഹീലിയമാണ്. അപ്പോൾ ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 2 ആണ്. അപ്പോൾ 2 സ്ക്വയർ ഇൻറ്റു 1/, എവിടെ നിന്നാ? സെക്കൻഡിൽ നിന്ന് 4ഉം സെക്കൻഡും. അപ്പോൾ n1 എന്ന് പറയുന്നത് 2 സ്ക്വയർ മൈനസ് 1/4 സ്ക്വയറാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ RH ഇൻറ്റു, നിങ്ങൾ സിംപ്ലിഫൈ ചെയ്താൽ അറിയാലോ, പിന്നെ LCM എല്ലാം എടുത്ത് ചെയ്താൽ 3/4 എന്ന് കിട്ടും. അപ്പം RH ഇൻറ്റു 3/4നെ നമുക്ക് ആരുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം? RH ഇൻറ്റു ഹൈഡ്രജൻ്റെ ഇസഡ് 1 ആയതുകൊണ്ട് അത് നമുക്ക് കണക്കാക്കണ്ട. 1/1 സ്ക്വയർ മൈനസ് 1/2 സ്ക്വയറുമായിട്ട് ഇക്വേറ്റ് ചെയ്താൽ ഇതും എന്ത് തന്നെ വരും? RH ഇൻറ്റു 3/4 എന്ന് തന്നെ വരും. അപ്പോൾ ഇത് രണ്ടും ഈക്വലായി. അപ്പോൾ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ളത് 1ഉം 2ഉം വരുന്ന വാല്യൂസാണ്. n1 ഈസ് ഈക്വൽ ടു 1 ആൻഡ് n2 ഈസ് ഈക്വൽ ടു 2. Therefore the answer is A. Okay, second question നോക്കിയാലോ. If an electron is present in n equal to 6 level, how many spectral lines would be observed in the case of hydrogen atom? അപ്പോൾ നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് നമുക്ക് കണ്ടുപിടിക്കുന്നതിനൊരു ഇക്വേഷൻ ഉണ്ട്. അതായത് n ഇൻറ്റു n-1/2 ഇതാണ് ഇക്വേഷൻ. n എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ എന്താ പറഞ്ഞാൽ n ഈക്വൽ ടു 6 ഏത് ലെവലിൽ നിന്നാണ് എന്നുള്ളതാണ്. അപ്പോൾ 6 ഇൻറ്റു 6 minus 1/2. അപ്പോൾ 6 into 5/2. 30/2, that is equal to 15. Therefore the answer is B. Okay, നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Given R is equal to 10976 into 10 raised to 7 meter raised to -1, then H Planck's constant തന്നിട്ടുണ്ട് 6.626 into 10 raised to -34 joule second. The ionization energy of 1 mole of lithium 2+ ions will be as follows. ഈ അയണൈസേഷൻ എനർജി എന്നുള്ള വാക്ക് നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും. ഇറ്റ്സ് മിനിമം എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ദി ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് എ ന്യൂട്രൽ ഗേഷ്യസ് ഐസൊലേറ്റഡ് ആറ്റം ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ലിഥിയത്തിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിനെ നീക്കം ചെയ്യാൻ നിങ്ങൾക്ക് എത്ര എനർജി വേണം? അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു ഇലക്ട്രോണിനെ നീക്കം ചെയ്യണമെങ്കിൽ എനർജി അതിൽ വന്ന് വീണിട്ട് ആ എനർജി ഗെയിൻ ചെയ്ത് ഇലക്ട്രോൺ പുറത്തേക്ക് ചാടണം. അപ്പോൾ എത്ര എനർജി കൊടുത്താൽ ആ ഇലക്ട്രോൺ പുറത്തേക്ക് ചാടും എന്നാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. ഞാൻ ഇക്വേഷൻ ഒന്ന് എഴുതാം. ഇക്വേഷൻ എന്ന് പറയുന്നത് IE, അതായത് അയണൈസേഷൻ എനർജി. അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ΔE എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ΔE ഇസ് ഈക്വൽ ടു, ഇതിൻ്റെ വാല്യൂസ് ഒന്ന് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ്. RH ഇൻറ്റു ഇസഡ് സ്ക്വയർ ഇൻറ്റു H ഇൻറ്റു C. ഇതാണ് ഇക്വേഷൻ. അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത് RH റിഡ്ബർഗ് കോൺസ്റ്റൻറ്റ്, Z എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ, H പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, C. അപ്പോൾ ഇത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കിയാൽ ഇതിലിപ്പോൾ തന്നിരിക്കുന്ന വാല്യൂ നോക്കൂ. 10974 into 10 raised to 7
ഇൻറ്റു. അപ്പോൾ ഇവിടെ ലിഥിയമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ലിഥിയം നമുക്കറിയാം അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ ഇവിടെ 3 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു പിന്നെ അടുത്ത ഏതാ എച്ചിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 6.626 ഇൻറ്റു 10⁻34 -34 ആണ്. ഇനി സി നിങ്ങൾക്കറിയാം 3 ഇൻറ്റു 10⁸8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഇത്രയും വാല്യൂസ് വന്നാൽ നിങ്ങൾക്ക് അയണൈസേഷൻ എനർജി കിട്ടും ഒരു ലിഥിയം ആറ്റത്തിൻ്റെ. പക്ഷെ ചോദിച്ചിരിക്കുന്നത് 1 മോൾ ആണ്, 1 മോൾ ഓഫ് ലിഥിയമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? 1 മോൾ ഓഫ് ലിഥിയത്തിൻ്റെ കണ്ടുപിടിക്കാൻ ഇതിനെ നിങ്ങൾ വീണ്ടും 6.02 ഇൻറ്റു 10⁻23 ഇവിടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു ഫെമിലിയർ ഇക്വേഷൻ ആവാൻ സാധ്യതയില്ല, ഹയർ ലെവലിൽ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. RH എന്ന് പറഞ്ഞ റിഡ്ബർഗ് കോൺസ്റ്റൻ്റ് ആണ്, Z ആൻഡ് അറ്റോമിക് നമ്പറാണ്, H പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ്, ഇത് C. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്താൽ ഒരു ലോങ് കാൽക്കുലേഷനാണ് ചെയ്താൽ 1.180 ഇൻറ്റു 10⁻7 ജൂൾ പെർ മോൾ എന്ന് കിട്ടും. നമുക്ക് പക്ഷേ ആൻസർ കിലോ ജൂളിലാണ്. അപ്പോൾ ഇതിനെ നമുക്ക് 1180 കിലോ ജൂൾ പെർ മോൾ എന്നെടുക്കാം. ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ബി ആണ്. ഒന്നുകൂടി പറയാം, ഡെൽറ്റ ഇ എന്ന് പറഞ്ഞാൽ അയണൈസേഷൻ എനർജിയാണ്. അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ ദ എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ആണ്. എന്ന് പറഞ്ഞാൽ ലിഥിയത്തിൽ നിന്നും ഇലക്ട്രോണിനെ നീക്കി ലിഥിയം 2+ ആകാൻ നിങ്ങൾക്ക് എത്ര എനർജി വേണ്ടി വരും എന്നാണ് ചോദ്യം. അപ്പോൾ അതിനുള്ള ഇക്വേഷൻ ഇതാണ്, RH ഇൻറ്റു Z² ഇൻറ്റു H ഇൻറ്റു C ഫോർ 1 മോൾ ആയതുകൊണ്ട് ഇൻറ്റു 6.02 ഇൻറ്റു 10⁻23. ആൻസർ ഇതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം. അതായത് 4th ക്വസ്റ്റ്യന്, ഫ്രം ദി ഫോളോയിങ് ലിസ്റ്റ് ഓഫ് ആറ്റംസ് ചൂസ് ദ നമ്പർ ഓഫ് പെയേഴ്സ് ഓഫ് ഐസോടോപ്സ്, ഐസോബാർസ്, ഐസോട്രോൺസ് റെസ്പെക്റ്റീവ്ലി. നമുക്ക് തന്നിരിക്കുന്ന ഓക്സിജൻ 816, പൊട്ടാസ്യം 1939, യുറേനിയം 192-235, പൊട്ടാസ്യം 1940, നൈട്രജൻ 714, ഓക്സിജൻ 818, കാർബൺ 614, കാൽഷ്യം 2040, യുറേനിയം 192 ആൻഡ് 238 ആണ്. അപ്പോൾ ആൻസർ നോക്കൂ, നമ്പേഴ്സാണ് കൊടുത്തേക്കുന്നത്. എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എത്ര ഐസോടോപ്സ് ഇതിനകത്തുണ്ട്, എത്ര ഐസോബാർസ് ഇതിനകത്തുണ്ട്, എത്ര ഐസോടോൺസ് ഇതിനകത്തുണ്ട് എന്നാണ്. അപ്പോൾ ഇതിനകത്ത് ഐസോടോപ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സെയിം അറ്റോമിക് നമ്പർ, ഡിഫറെൻറ്റ് മാസ് നമ്പർ. അപ്പോൾ ഈ തന്നിരിക്കുന്ന ചോയ്സിൽ ഒരേ അറ്റോമിക് നമ്പർ ഉള്ളത് ആരൊക്കെയെന്ന് നോക്കിയാൽ മതി. അങ്ങനെ വരുന്ന 3 പേഴ്സാണുള്ളത്. നോക്കൂ, ഒന്ന് ഓക്സിജനാണ്, പിന്നെ ഒരെണ്ണം പൊട്ടാസ്യമാണ്, പിന്നെ ഒരെണ്ണം യുറേനിയമാണ്. ശരിയല്ലേ? ഓക്സിജൻ 8 ഉള്ള 2 പേരുണ്ട്, പക്ഷേ അവരുടെ മാസ് നമ്പർ ഒന്ന് 16ഉം ഒന്ന് 18ഉമാണ്. പൊട്ടാസ്യം 19, പക്ഷേ അവരുടെ മാസ് നമ്പർ 39, അടുത്ത ആളുടേത് 40. അടുത്ത് നോക്കൂ, യുറേനിയം 192, 235, 238. അങ്ങനെ 3 പേഴ്സ് ഓഫ് ആരുണ്ട്? ഐസോടോപ്സ് ഉണ്ട്. ഇനി അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഐസോബാർസ് ആണ്. ഐസോബാർസ് എന്ന് പറഞ്ഞാൽ എന്താ? സെയിം മാസ് നമ്പർ ബട്ട് ഡിഫറെൻറ്റ് അറ്റോമിക് നമ്പർ. അപ്പോൾ നിങ്ങൾ മുകളിൽ നോക്കിയാൽ മതി, ഒരേ മാസ് നമ്പർ ഉള്ളത് ആരൊക്കെയാണ്. അപ്പോൾ അത് 2 പേഴ്സാണ് ഉള്ളത്. ആരൊക്കെയെന്ന് നോക്കൂ. ഒന്ന് പൊട്ടാസ്യം 40 ആണ്, പിന്നെ കാൽഷ്യവും 40 ആണ്, അതൊരു പെയർ. പിന്നെ ആരാ? നൈട്രജനും കാർബണും. നൈട്രജൻ 14 ആണ്, കാർബണിൻ്റെ ഒരു ഐസോടോപ്പ് 14 ആണ്. അപ്പം ഒരേ മാസ് നമ്പറുള്ള 2 പേഴ്സാണുള്ളത്, അവരെയാണ് ഐസോബാർസ് എന്ന് പറയുന്നത്. ഇനി വരുന്നത് ഐസോടോൺസ് ആണ്. ഐസോടോൺസ് എന്ന് പറഞ്ഞാൽ സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ്. അപ്പോൾ അറ്റോമിക് നമ്പർ, മാസ് നമ്പർ ഇവർ തമ്മിലുള്ള ഡിഫറൻസ്, അതായത് മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ എടുക്കുമ്പോൾ സെയിം വരുന്നവരാരാണോ അവരാണ് ഐസോടോൺസ്. അതും 2 പേഴ്സാണുള്ളത്. ഏതൊക്കെയാണ്? പൊട്ടാസ്യവും കാൽഷ്യവും. നോക്കൂ, അവരുടെ മാസ് നമ്പറും അറ്റോമിക് നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് 40 ആണ്.
സോറി 20 ആണ്. അതുപോലെ പിന്നെ വന്നത് കാർബണും ഓക്സിജനുമാണ്. കാർബണും ഓക്സിജനും അവർ തമ്മിലുള്ള അറ്റോമിക് നമ്പർ ഡിഫറൻസ് നോക്കൂ. ഒരാൾക്ക് രണ്ടുപേരും ഇപ്പോൾ 8, 18 കാർബണും ഓക്സിജനും. അപ്പോൾ അവരുടെയും ഡിഫറൻസ് ഇൻ വാല്യൂ സെയിം ആണ്. അപ്പോൾ ഡിഫറൻസ് ഇൻ വാല്യൂ സെയിം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ന്യൂട്രോണിൻ്റെ എണ്ണം സെയിം ആണ്. അപ്പോൾ ന്യൂട്രോണിൻ്റെ എണ്ണം സെയിം ഉള്ളത് ആരൊക്കെയാണ്? അതിന് 2 പെയേഴ്സാണ്. ഒന്ന് പൊട്ടാസ്യവും കാൽഷ്യവും, വേറൊന്ന് കാർബണും ഓക്സിജനും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിനകത്ത് ആൻസേഴ്സ്. അപ്പോൾ ആൻസർ എ ആണ്. ദെൻ നമ്മൾ 5th ക്വസ്റ്റ്യനിലേക്ക് വരാം. ടു ഗീവ് ഡെസിഗ്നേഷൻ ടു ആൻ ഓർബിറ്റൽ വി നീഡ്, അതായത് ഒരു ഓർബിറ്റലിനെ നമ്മൾ പറയണമെങ്കിൽ നമ്മൾ ഏതൊക്കെ ക്വാണ്ടം നമ്പേഴ്സ് ഉപയോഗിക്കണം എന്നാണ്. പൊതുവേ നമ്മൾ പറയാറുണ്ട് ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത് അഡ്രസ്സാണ് എന്ന് പറയാം, ഒരു ഇലക്ട്രോണിൻ്റെ അഡ്രസ്സാണ്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ അഡ്രസ്സ് എന്ന് പറയുമ്പോൾ എന്താ, അയാൾ ഏത് മെയിൻ ഷെല്ലിലാണ്, ഏത് സബ് ഷെല്ലിലാണ്, ഏത് ഓർബിറ്റലിലാണ്, പിന്നെ സ്പിന്നും കൂടി പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോഴേ നമുക്കൊരു ഇലക്ട്രോണിനെ എന്ത് ചെയ്യാൻ പറ്റൂ, ഡെസിഗ്നേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ശരിക്ക് മെയിൻ ഷെൽ അറിയണമെങ്കിൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അറിയണം. പിന്നെ സബ് ഷെൽ അറിയണമെങ്കിൽ അസിമുത്തൽ ക്വാണ്ടം നമ്പർ അറിയണം. ഓറിയൻറ്റേഷൻ അത് PXയിലാണോ POയിലാണോ Z അങ്ങനെ അറിയണമെങ്കിൽ നമുക്ക് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ അറിയണം. അപ്പോൾ ശരിക്ക് നമ്മൾ ഒരു ഓർബിറ്റലിൽ ഡെസിഗ്നേറ്റ് ചെയ്യണമെങ്കിൽ അത് ഏത് മെയിൻ ഷെല്ല്, ഏത് സബ് ഷെല്ല്, ഏത് ഓർബിറ്റൽ, ഇങ്ങനെ 3 കാര്യങ്ങളും അറിയണം. അതുകൊണ്ട് അതിൻ്റെ ആൻസർ ഡി ആണ്. ഇനി നമുക്ക് 6th ക്വസ്റ്റ്യനിലേക്ക് പോകാം. 6th ക്വസ്റ്റ്യൻ എന്താണ്? ദ വേവ് മെക്കാനിക്കൽ മോഡൽ ഓഫ് ആൻ ആറ്റം ഈസ് ബേസ്ഡ് അപ്പോൺ, ഒന്ന് ഡി ബ്രോഗ്ലി കോൺസെപ്റ്റ് ഓഫ് ഡ്യുവൽ ക്യാരക്ടർ ഓഫ് മാറ്റർ, ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ, ഓൾ ദി എബവ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വേവ് മെക്കാനിക്കൽ എന്ന് പറയുമ്പോൾ മോഡൽ ഓഫ് ആറ്റം എന്ന് പറയുമ്പോൾ ശരിക്കും ഏറ്റവും ഓൾമോസ്റ്റ് അവസാനത്തെ മോഡലാണ്. അപ്പം ബോർ ആറ്റം മോഡലിനുണ്ടായിരുന്ന അല്ലെങ്കിൽ ബോർ ആറ്റത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് കൊണ്ടുവന്ന ഒരു മോഡലാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ. അപ്പോൾ അതിനകത്ത് ശരിക്ക് ഡി ബ്രോഗ്ലി കോൺസെപ്റ്റ് ഇൻവോൾവ്ഡ് ആണ്, ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഇൻവോൾവ്ഡ് ആണ്, ഷ്രോഡിംഗർ വേവ് ഇക്വേഷനും ഇൻവോൾവ്ഡ് ആണ്. അതുകൊണ്ട് അതിൻ്റെ ആൻസർ ഡി ആണ്. ശരി, ഇനി നമുക്ക് 7th ക്വസ്റ്റ്യൻ. ദ ഇലക്ട്രോൺ ഡെൻസിറ്റി ഇൻ ആൻ ഓർബിറ്റൽ ഈസ് കറക്റ്റ്ലി ഡിസ്ക്രൈബ്ഡ് ബൈ. അപ്പോൾ ഇത് ഷ്രോഡിംഗർ വേവ് ഇക്വേഷനിൽ നിന്നാണ് നമ്മളിങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് വരുന്നത്. സൈ എന്ന് പറഞ്ഞാൽ വേവ് ഫംഗ്ഷൻ എന്നാണ് പറയുക. വേവ് ഫംഗ്ഷന് പ്രത്യേകിച്ച് സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. ഈ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോൺ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സാധാരണഗതിയിൽ സ്ക്വയർ ഓഫ് ദി ആംപ്ലിറ്റ്യൂഡ് ഗീവ് ദ ഇൻറ്റൻസിറ്റി എന്നാണ്. അങ്ങനെയെങ്കിൽ ഇലക്ട്രോൺ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡായ സൈയുടെ സ്ക്വയർ എടുത്താൽ ദാറ്റ് വിൽ ഗീവ് യു ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രോൺ. ഇൻറ്റൻസിറ്റി എന്ന് പറയുമ്പോൾ ശരിക്കും പ്രോബബിലിറ്റി ഫോർ ഫൈൻഡിങ് ദ ഇലക്ട്രോൺ അഥവാ ഓർബിറ്റലാണ്. അപ്പോൾ ഇവിടെ സൈ സ്ക്വയർ ആണ് ഇതിൻ്റെ ആൻസർ, അതായത് എ ആണ്. എല്ലാം കുറച്ച് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണെന്ന് തോന്നുന്നു അല്ലേ. ദി മാക്സിമം നമ്പർ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് അസോസിയേറ്റഡ് വിത്ത് എ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 5 ഈസ്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 5 എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? 5ാമത്തെ ഓർബിറ്റ് എന്നർത്ഥം. അതിനകത്ത് എത്ര ഓർബിറ്റലുകൾ ഉണ്ടാകാം എന്നാണ് ചോദ്യം. അതിന് ജനറലായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്, നിങ്ങൾക്കറിയാം, n സ്ക്വയർ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൻ്റെ സ്ക്വയർ എടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഇവിടെ 5 ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 5 സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാ? 25. അപ്പോൾ ഇതിനകത്ത് ആൻസർ 25 ആണ്. അതായത് 9th ക്വസ്റ്റ്യൻ നമുക്കൊന്നുകൂടെ നോക്കാം. ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് n, ദ എനർജി ഓഫ് ഡിഫറെൻറ്റ് സബ്ഷെൽസ് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ ദി ഓർഡർ ഓഫ്. നിങ്ങൾക്കറിയാം സബ്ഷെൽസ് എന്ന് പറഞ്ഞാൽ S, P, D, F. ഇവർക്ക് ഒരേ എനർജി അല്ല. അത് n+l റൂൾ എന്ന് പറഞ്ഞ റൂൾ നോക്കി നമ്മളത് അറേഞ്ച് ചെയ്യുന്നുണ്ടല്ലോ ഓഫ് പ്രിൻസിപ്പിളിൽ. അതുപോലെ നിങ്ങൾ ആ ഓർഡർ നോക്കിയാൽ ഏതാണ് ഡിക്രീസിങ് ഓർഡർ. ഇവ എല്ലാത്തിൻ്റെയും ഡിക്രീസിങ് ഓർഡറാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഏതാണ് ശരിക്കുള്ള ഡിക്രീസിങ് ഓർഡർ എന്ന്
നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത് എഫ് സബ്ഷെല്ലിലാണ്, പിന്നെ ഡി, പിന്നെ പി, പിന്നെ എസ്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എ ആണ്. അപ്പോൾ 10th ക്വസ്റ്റ്യൻ നോക്കിയാലോ. ദ കറക്റ്റ് സെറ്റ് ഓഫ് 4 quantum numbers for the outermost electron of rubidium, atomic number 37. റുബീഡിയം ഫസ്റ്റ് ഗ്രൂപ്പാണ്. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റിനെ സംബന്ധിച്ചോളം നിങ്ങൾക്കറിയാം അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന് പറയുന്നത് S1 ആണ്. അപ്പോൾ ഇത് 5th പീരീഡാണ്, അതുകൊണ്ട് 5s1 ആണ് ഇയാളുടെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ വരുന്നത് 5s1ലാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം 5s1 ആയതുകൊണ്ട് n വാല്യൂ എന്ന് പറയുന്നത് 5 ആയിരിക്കും. എസ് സബ്ഷെൽ ആയതുകൊണ്ട് എൽ വാല്യൂ 0 ആയിരിക്കും. എൽ വാല്യൂ 0 ആണെങ്കിൽ തീർച്ചയായിട്ടും എം വാല്യൂവും 0 തന്നെ ആയിരിക്കും. എസ് ക്യാൻ ബി പ്ലസ് ഹാഫ് ഓർ മൈനസ് ഹാഫ് അല്ലേ, ഇവിടെ പ്ലസ് ഹാഫ് എന്ന് തന്നിരിക്കും. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നതും എ എന്ന് പറയുന്ന ചോയ്സാണ്. അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ എ ആണ്. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ. ദി ഓർഡർ ഓഫ് ഇൻക്രീസിങ് എനർജീസ് ഓഫ് ദി ഓർബിറ്റൽസ് ആസ് ഫോളോസ്. ഇപ്പോൾ ഓർബിറ്റലായിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, 3s 3p 3d 4s 4p ഇത്രയും ഓർബിറ്റൽസ് ഉണ്ട്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ n+l റൂളും അഫ്ബ പ്രിൻസിപ്പിളും. അപ്പോൾ അതനുസരിച്ച് ഇവിടുത്തെ കറക്റ്റ് ഓർഡർ ഏതാണെന്ന് ചോദിച്ചാൽ 3s 3p 4s 3d ദെൻ 4p ആണ്. അപ്പോൾ ആ ഓർഡർ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നത് കറക്റ്റായിട്ട് തന്നിരിക്കുന്നത് എയിലാണ്. അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ എ ആണ്. അപ്പോൾ അടുത്ത് നമുക്ക് 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ദ ഓർബിറ്റൽസ് ഹാവിങ് m is equal to -2 should not be present in the following subshells. അതായത് m is equal to -2 വരാവുന്ന ഒരു ഇലക്ട്രോൺ ഇതിൽ ഏതിൽ വരാൻ പാടില്ല എന്നാണ് ചോദ്യം. അപ്പോൾ നോക്കൂ, ഇവിടെ ഡിയിലാണോ, എഫിലാണോ, ജിയിലാണോ, പിയിലാണോ? അപ്പോൾ നമുക്കറിയാം പിയെ സംബന്ധിച്ചിടത്തോളം പിയുടെ എൽ എന്ന് പറയുന്നത് 1 ആണ്. പി സബ്ഷെല്ലിൻ്റെ എൽ എന്ന് പറയുന്നത് 1. അപ്പോൾ അതിൻ്റെ പോസിബിൾ എം വാല്യൂസ് എന്ന് പറയുന്നത് -1 0 +1 അല്ലേ, -l to 0 to +l. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഇതിനകത്ത് ഒരിടത്തും എന്ത് വരുന്നില്ല, -2 വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്, കാരണം അതിൽ മാത്രം -2 വരില്ല. അടുത്ത് നോക്കൂ 13ാമത്തെ ക്വസ്റ്റ്യൻ. ദ വേവ് ലെങ്ത് ഓഫ് 150 gram റബ്ബർ ബോൾ മൂവിങ് വിത്ത് എ വെലോസിറ്റി ഓഫ് 50 m/s ഈസ് എത്ര എന്നാണ് ചോദിച്ചത്. അപ്പോൾ വേവ് ലെങ്ത് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ ഉള്ള ഇക്വേഷൻ അറിയാമല്ലോ. ലാംഡ ഈസ് ഈക്വൽ ടു h/mv. ലാംഡ ഈസ് ഈക്വൽ ടു h/mv. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ തന്നിട്ടുണ്ട്? വി തന്നിട്ടുണ്ട്. വി എന്ന് പറയുന്നത് ഇവിടെ യൂണിറ്റ്സ്, ഇവിടെ ആൻസേഴ്സ് നോക്കൂ, എല്ലാം സെൻറ്റിമീറ്ററിലാണ് തന്നേക്കണേ. അപ്പോൾ നമ്മൾ ഇവിടെ തന്നിരിക്കുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് m/s അപ്പോൾ അതിനെ ആദ്യം സെൻറ്റിമീറ്റർ ആക്കണം. അപ്പോൾ നമുക്ക് വെലോസിറ്റിയെ ആദ്യം നമുക്ക് സെൻറ്റിമീറ്ററിലാക്കിയാൽ 50 × 10⁻². 50 × 10⁻² ആണ് cm/s. ഇനി അടുത്ത് എന്താണ്? മാസ് തന്നിട്ടുണ്ട്. മാസ് ഈസ് 150 gram. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പിന്നെ അടുത്ത് എന്താ തന്നിട്ടുള്ളത്? ഇനി നമുക്ക് ഡയറക്റ്റ് സബ് എച്ചിൻ്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം, 6.626 × 10⁻². പക്ഷേ ഇവിടെ -27 എടുക്കാൻ പറ്റൂ, സെൻറ്റിമീറ്റർ ആയതുകൊണ്ട്. അപ്പോൾ ലാംഡ ഈസ് ഈക്വൽ ടു 6.626 × 10⁻²-27. ഇത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചോണം. ഡിവൈഡഡ് ബൈ അടുത്ത ഏതാ 50 × 10⁻²2 × 150 ആണ്. നിങ്ങൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആൻസർ 8.83 × 10⁻³ - 33 എന്ന് വരും.
-33 സെൻറ്റിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേ. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഇതിൻ്റെ ആൻസർ ബി ആണ്. അപ്പോൾ അടുത്ത് നമുക്ക് 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഏതാ? വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ് ഓഫ് കോണ്ടന്റ് നമ്പേഴ്സ് ആർ പെർമിറ്റഡ്? അപ്പോൾ നിങ്ങൾക്കറിയാം പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ ഒരു ഇൻഡിപെൻഡൻറ്റ് കോണ്ടന്റ് നമ്പറാണ്. അതേസമയം അസിമുത്തലും മാഗ്നറ്റിക്കും ഡിപ്പെൻഡൻറ്റ് കോണ്ടന്റ് നമ്പറാണ്. അതായത് എൻ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്താണ് എൽ ഇരിക്കുന്നത്, എൽ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്താണ് എം ഇരിക്കുന്നത്. അത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കിയാൽ ഇതിൽ പെർമിറ്റഡ് ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ എൻ വാല്യൂ 3 വന്നാൽ, ആദ്യത്തെ ഇപ്പോൾ ചോയ്സ് എടുത്താൽ എൻ വാല്യൂ 3 വന്നാൽ പോസിബിൾ വാല്യൂസ് ഓഫ് എൽ എന്ന് പറയുന്നത് 0, 1, 2 വരെയാണ്. അത് കറക്റ്റാണ്. എൽ വാല്യൂ 2 ആയാൽ അടുത്ത പോസിബിൾ വാല്യൂസ് ഓഫ് എം എന്ന് പറയുന്നത് ഏതാണ്? -2, -1, 0, +1 ആണ്. അപ്പോൾ അത് -1 ഉണ്ട്, അതും കറക്റ്റാണ്. എസ്സിന് 2 വാല്യൂസേ ഉള്ളൂ, +1/2 -1/2. പക്ഷേ അവിടെ എസ് വാല്യൂ 0 ആണ്. അതുവരെ കറക്റ്റായി, പക്ഷേ എസ് വാല്യൂ തെറ്റി. അതുകൊണ്ട് എ ആൻസർ അല്ല. ഇനി ബി ആൻസർ ആണോ? n = 2 ആണെങ്കിൽ പോസിബിൾ വാല്യൂസ് ഓഫ് എൽ എന്ന് പറയുന്നത് 0 to 1 ആവും. ഇത് 2 വന്നിട്ടുണ്ട്, അതുകൊണ്ട് അതും ആൻസർ അല്ല. സി നോക്കിയാലോ? n = 2, എൽ ഒരിക്കലും വീണ്ടും 2 ആവില്ല. n 2 ആയാൽ എല്ലിൻ്റെ വാല്യൂ 0 to 1 വരെ വരാവും. അപ്പോൾ അതും ആൻസർ അല്ല. എന്നാൽ ഡി നോക്കാം. n = 3. ഇപ്പോൾ പോസിബിൾ വാല്യൂസ് ഓഫ് എൽ ഏതൊക്കെ? 0, 1, 2. അതിനകത്തുള്ള 2 ആണ്. എൽ വാല്യൂ 2 ആയാൽ പോസിബിൾ വാല്യൂസ് ഓഫ് എം ഏതൊക്കെ? -1, -2, അല്ലെങ്കിൽ -2, -1, 0, +1, +2. അങ്ങനെ നോക്കിയാൽ -2 അതിനകത്തുള്ള നമ്പറാണ്, കറക്റ്റാണ്. എസ് +1. അപ്പോൾ അതിൻ്റെ ആൻസർ ഡി ആണ്. അടുത്ത് നമ്മൾ 15ാമത്തെ ക്വസ്റ്റ്യന്. ദ വെലോസിറ്റി ഓഫ് ഹീലിയം ആറ്റം അറ്റ് 300 Kelvin ഈസ് 2.40 into 10⁻²² meter/s. വെലോസിറ്റി. വാട്ട് ഈസ് ദ വേവ് ലെങ്ത് എന്നാണ് ചോദ്യം. അപ്പോൾ വെലോസിറ്റി തന്നിട്ടുണ്ട്, വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ. ഇവിടെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഡി ബ്രോളീസ് റിലേഷനാണ്, λ = h/mv. പക്ഷേ മാസ് ഒരു ചെറിയ പ്രശ്നമുണ്ട്, കാരണം മാസ് നമ്പറാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യണം? മാസ് നമ്പറിനെ മാസിലാക്കണം. അപ്പോൾ ഹീലിയം 4 ആണ്. അപ്പം അതൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നോക്കൂ, λ = h/mv ആണ്. അതിൽ എച്ചിനൊന്നും കുഴപ്പമില്ല. നമുക്കിനി വെലോസിറ്റി തന്നിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. ഇപ്പോൾ മാസ് ഓഫ് ഹീലിയം ആണ് നമുക്ക് എടുക്കേണ്ടത്. സോ മാസ് ഓഫ് ഹീലിയം എന്ന് പറയുമ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് 4 into ഗ്രാമിനെ 10⁻³ കിലോഗ്രാമിലാക്കി 1 മോളിൻ്റെതാണ്, 1 ആറ്റത്തിൻ്റെതാണ് വേണ്ടത്. അതുകൊണ്ട് 6.02 into 10⁻23. ഇത്രയും ചെയ്യുമ്പോൾ ഒരു ഹീലിയം ആറ്റം, ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പരിചയപ്പെട്ടാണല്ലോ, ഒരു ഹീലിയം ആറ്റത്തിൻ്റെ മാസ് കിട്ടും. ഇനി അടുത്ത് എന്താണ്? വെലോസിറ്റിയാണ്. വെലോസിറ്റി എന്ന് പറയുന്നത് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് 2.4 into 10⁻²² meter/s. ഇനി എച്ച് നമുക്കറിയാം പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റാണ്. അപ്പോൾ ആ വാല്യൂ എല്ലാം കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് അതായത് λ. അപ്പോൾ എച്ച് 6.626 into 10⁻³ ഇതിലൊന്നും വ്യത്യാസമില്ല. ഇതെല്ലാം കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 0.416 നാനോമീറ്റർ എന്ന് കിട്ടും. നാനോമീറ്ററിലെടുത്താൽ ശരിക്ക് ഇതിൻ്റെ നാനോമീറ്ററിൽ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ആൻസർ എ ആണ്. അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ എ ആണ്. അടുത്ത് നമുക്ക് 16ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഇത് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇൻ ആൻ ആറ്റം ആൻ ഇലക്ട്രോൺ മൂവിങ് വിത്ത് എ സ്പീഡ് ഓഫ് 600 meter/s with an accuracy of 0.005%. Certainty with which
the position of the electron can be located. അപ്പം അൺസർട്ടനിറ്റി ഇൻ പൊസിഷനാണ് ചോദിച്ചിരിക്കുന്നത്. എച്ചിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയറിലാണ്, ശ്രദ്ധിക്കണം. അടുത്ത മാസ് ഓഫ് ഇലക്ട്രോണും കിലോഗ്രാമിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇക്വേഷൻ എന്താണ്? ഇവിടെ ഇക്വേഷൻ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4π ആണ്. അപ്പോൾ നമ്മൾ ഇക്വേറ്റ് ചെയ്താൽ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഈക്വൽ ഇടാം. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പിക്ക് പകരം എം ഇൻറ്റു ഡെൽറ്റ വി എന്നെടുക്കാം. കാരണം മാസ് കനോട്ട് ബി അൺസർട്ടൈൻ, അൺസർട്ടൻറ്റി വരാവുന്ന വെലോസിറ്റിക്ക് മാത്രമേ ഉള്ളൂ. ഇൻറ്റു എച്ച് ബൈ 4π. ഓക്കെ, ഇനി നോക്കൂ, ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡെൽറ്റ എക്സ് ആണ്. ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു എച്ച് ബൈ 4 ഇൻറ്റു എം ഇൻറ്റു ഡെൽറ്റ വി ഇൻറ്റു പൈ. അപ്പോൾ ഇതിൽ ഡെൽറ്റ വി കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ഡെൽറ്റ വി കണ്ടുപിടിക്കേണ്ടത്? ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എത്ര? 0.005% ഓഫ് 600 എന്നാണ്. അപ്പോൾ 600 ൻ്റെ 0.005% ഡിവൈഡഡ് ബൈ 100 ആണ്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ 0.03 എന്ന് കിട്ടും. ഇനി ആ വാല്യൂവിനെ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ഡെൽറ്റ വിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ബാക്കിയെല്ലാം വാല്യൂസും അറിയാമല്ലോ. എച്ച് അറിയാം, 6.626 ഇൻറ്റു എല്ലാ വാല്യൂസും അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 1.92 ഇൻറ്റു 10⁻³ മീറ്റർ എന്ന് കിട്ടും. 1.92 ഇൻറ്റു 10⁻³ മീറ്റർ എന്ന് പറഞ്ഞാൽ ബി ആണ്. അതിൻ്റെ ആൻസർ ബി ആണ്. ശരി, അപ്പോൾ നമുക്ക് 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ് about the characteristics of cathode rays. അപ്പോൾ കാഥോഡ് റേസ് നിങ്ങൾ കുറേ പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ട്. കാഥോഡ് റേസ് ആർ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് റേസിങ് ഫ്രം ദ കാഥോഡ്. അപ്പോൾ അത് കുറേ ക്യാരക്ടേഴ്സ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ മാച്ച് ചെയ്യാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ദേ സ്റ്റാർട്ട് ഫ്രം കാഥോഡ് ആൻഡ് മൂവ്സ് ടുവേഴ്സ് ആനോഡ്. അത് കറക്റ്റാണ്. ദേ ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻ. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, കറക്റ്റാണ്. ക്യാരക്ടറിസ്റ്റിക് ഓഫ് കാഥോഡ് റേസ് ഡു നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മെറ്റീരിയൽ ഓഫ് ദ ഇലക്ട്രോഡ്. ദാറ്റ്സ് വൈ ദേ ആർ കോൾഡ് ദ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ്. അതും പഠിച്ചതാണ്. ക്യാരക്ടറിസ്റ്റിക് കാഥോഡ് റേസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദ ഗ്യാസ് പ്രസൻറ്റ്. ഇലക്ട്രോഡിനെ ബാധിക്കുന്നില്ല, പക്ഷേ ഗ്യാസിനെ ബാധിക്കുന്നു എന്ന് പറഞ്ഞു. അല്ല, ഗ്യാസിനെയും ആശ്രയിച്ചല്ല. നിങ്ങൾ അതിനകത്ത് ഏത് ഗ്യാസ് എടുത്താലും കാഥോഡ് റേസിന് ഒരേ പ്രോപ്പർട്ടി ആയിരിക്കും. അതുകൊണ്ട് ഇതിൽ മാച്ച് ചെയ്യാത്ത ആൻസർ ഡി ആണ്. സോ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാഥോഡ് റേസ് ഡിപ്പെൻഡ്സ് ഓൺ എന്നുള്ളത് തെറ്റാണ്, ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 18. Aufbau principle does not give the correct arrangement of filling up of atomic orbitals എന്നാണ് കൊടുത്തേക്കുന്നത്. അതിൽ നമുക്കതറിയാം, ആ രണ്ട് എലമെൻറ്റ്സ് ശരിക്ക് കോപ്പറും ക്രോമിയവുമാണ്. കാരണം എക്സ്പെക്റ്റഡ് കോപ്പറിൻ്റെ ആഫ്ബാ പ്രിൻസിപ്പിൾ അനുസരിച്ച് 29 ആണ്. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 3D9 4s2 ആണ്. ബട്ട് ആക്ച്വലി നമുക്ക് നോക്കുമ്പോൾ കണ്ടത് 3D10 4s1 ആണ്. കാരണം കംപ്ലീറ്റ്ലി ഫിൽഡ് ആൻഡ് ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ആർ മോർ സ്റ്റേബിൾ എന്നുള്ള പ്രിൻസിപ്പിൾ അനുസരിച്ച് ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ. അതുപോലെ ക്രോമിയവും നിങ്ങൾക്കറിയാം 24 ആണ്. 3D4 4s1 ആണ് എക്സ്പെക്റ്റഡ്, 4s2 ആണ് എക്സ്പെക്റ്റഡ്. ബട്ട് 3D5 4s1 ആണ് നമ്മൾ കാണുന്ന കോൺഫിഗറേഷൻ, അല്ലെങ്കിൽ അക്സെപ്റ്റഡ് കോൺഫിഗറേഷൻ. അപ്പോൾ അതും ഹാഫ് ഫിൽഡിൻ്റെ സ്റ്റെബിലിറ്റി കാരണം. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ കോപ്പർ ആൻഡ് ക്രോമിയമാണ്. ഇനി 19th ക്വസ്റ്റ്യന്. The wavelength of spectral lines emitted is inversely proportional to energy, velocity, radius, quantum numbers. നിങ്ങൾക്ക് തന്നെ അറിയാം, അത് എനർജിയാണ്. എനർജിക്ക് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ് വേവ് ലെങ്ത്. ഈസ് ഈക്വൽ ടു, അതിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാമല്ലോ, ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ, ന്യൂവിന് പകരം h ഇൻറ്റു c ബൈ ലാംഡ. അപ്പോൾ എനർജിയും
വേവ് ലെങ്ത്തും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ്. അത് നമുക്ക് നോക്കുന്നത് 20ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാവ് മാക്സിമം നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ്? അപ്പോൾ ഇവർ തന്നിരിക്കുന്ന Fe3+, Fe2+, CO2+, CO3+ ആണ്. അതിൽ Fe3+ എന്ന് പറഞ്ഞാൽ D5 കോൺഫിഗറേഷനാണ്. Fe3+ എന്ന് പറയുമ്പോൾ D5 ആണ്. D5 എന്ന് പറയുമ്പോൾ ഓർബിറ്റൽസ് ഇങ്ങനെയാണ് വരുന്നത്. 1 2 3 4 1 2 3 4 5 അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട് ഇതിനകത്ത്. 5 അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട് D5. എന്നാൽ അടുത്ത് വരുമ്പോൾ Fe2+ എടുക്കുമ്പോൾ D6 ആണ്. അപ്പോൾ D6 ആകുമ്പോൾ എന്ത് പറ്റും? 1 2 3 4 5. അപ്പോൾ ഇവിടെ 2 ഇലക്ട്രോൺ. 1 2 3 4 5 6 ആയി. അപ്പോൾ D6. അപ്പോൾ അൺപെയ്ഡ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം എത്ര? 4 ഉള്ളൂ. ഇവിടെ അൺപെയ്ഡ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം 5 ഉണ്ട്. അടുത്ത് കൊടുത്തിരിക്കുന്ന ചോയ്സ് ഏതാ? കൊബോൾട്ടാണ്. കൊബോൾട്ട് 2+. അത് 3D7 ആണ്. D7. അപ്പോൾ D7 ആകുമ്പോൾ എങ്ങനെയാവും? 1 2 3 7 ഇലക്ട്രോൺ. അപ്പോൾ 2 എണ്ണം പെയ്ഡാണ് അല്ലേ? 7 ഇലക്ട്രോൺ അല്ലേ? അപ്പോൾ 2 4 5 6 7. അപ്പോൾ എത്ര അൺപെയ്ഡ് ഇലക്ട്രോൺസ്? 3 അൺപെയ്ഡ് ഇലക്ട്രോൺസേ ഉള്ളൂ. അടുത്ത് D6 എന്ന് പറയുമ്പോൾ സെയിം കോൺഫിഗറേഷൻ, 4 എണ്ണേ വരും. അത് കൊബോൾട്ട് 3+. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഏറ്റവും കൂടുതൽ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉള്ളത് ഇതിലാണ്, എയിലാണ്, Fe3+. അതുകൊണ്ട് എ ആണ് ആൻസർ. അടുത്ത് നമുക്ക് 21ാമത്തെ ക്വസ്റ്റ്യന്. ദ റേഷ്യോ ഓഫ് ചാർജ് ബൈ മാസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, E/m റേഷ്യോ. E/m റേഷ്യോ ആർക്കാണ് ഏറ്റവും കൂടുതൽ? വെരി സിമ്പിളാണ്. എല്ലാവർക്കും ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷേ മാസ് ആർക്കാണോ കുറവ് അവർക്കായിരിക്കും E/m റേഷ്യോ യൂഷ്വലി കൂടിയിരിക്കുന്നത്. അങ്ങനെ നോക്കിയാൽ ഇതിനകത്ത് മാസ് നെഗ്ലിജിബിൾ ആയിരിക്കുന്ന ഇലക്ട്രോണിനാണ്. അപ്പം E/m റേഷ്യോ ഓഫ് ഇലക്ട്രോൺ ആയിരിക്കും ഏറ്റവും ഹയസ്റ്റ് ആയിരിക്കുന്നത്. സോ ആൻസർ ഈസ് ബി. അടുത്തത് 22. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഡു നോട്ട് ഫോം എ പാർട്ട് ഓഫ് ബോർസ് മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം? ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഭാഗമല്ലാത്തത്, ബോറിൻ്റെ ആറ്റം മോഡലിൻ്റെ ഭാഗമല്ലാത്തത്. ദ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ദ ഓർബിറ്റൽസ് ആർ ക്വാണ്ടൈസ്ഡ്. അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എനർജി ക്വാണ്ടൈസ്ഡ് ആണ്. ദ ഇലക്ട്രോൺ ഇൻ ദി ഓർബിറ്റൽ നിയറസ്റ്റ് ടു ദ ന്യൂക്ലിയസ് ഹാസ് ദ ലോവസ്റ്റ് എനർജി. അതും കറക്റ്റാണ്. ഇലക്ട്രോൺ റിവോൾവ് ഇൻ ഡിഫറെൻറ്റ് ഓർബിറ്റ്സ് അറൗണ്ട് ദ ന്യൂക്ലിയസ്. അതും കറക്റ്റാണ്. ദ പൊസിഷൻ ഓഫ് velocity of the electron in the orbit cannot be determined. The position and velocity of an electron in an orbit cannot be determined simultaneously. അപ്പോൾ അത് ബോറിൻ്റെ ആറ്റം മോഡലിൻ്റെ ഭാഗമല്ല. കാരണം ബോർ ആറ്റം മോഡലിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മയായി അന്ന് ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളാണ് ഉണ്ടായത്. ഇലക്ട്രോണിൻ്റെ എക്സാക്ട് പൊസിഷനും മൊമെൻറ്റവും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണ് ഹെയ്സൻബർഗ് പറഞ്ഞത്. പിന്നെ എങ്ങനെയാണ് ബോർ പറഞ്ഞത് ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് ഡൗൺ ടു ദ ന്യൂക്ലിയസ് ഇൻ എ ഫിക്സഡ് ക്ലോസ്ഡ് സർക്കുലർ പാത്ത് എന്ന് പറഞ്ഞത്? അത് തെറ്റാണ് എന്നാണ് അതിനകത്ത് പറഞ്ഞത്. അതുകൊണ്ട് അതിൻ്റെ ആൻസർ ഡി ആണ്. അടുത്ത വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യനാണ് 23. ദ ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻ എ ഷെൽ വിത്ത് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ n. ഇതിന് സിമിലർ ആയിട്ടൊരു ക്വസ്റ്റ്യൻ നേരത്തെ നമുക്ക് 5 വന്നപ്പോൾ ചെയ്തിരുന്നല്ലോ, 5² 25. അതുപോലെ n² ആണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആൻസർ എ. വെരി സിമ്പിൾ. ഓക്കെ, ഇനി 24ാമത്തെ ക്വസ്റ്റ്യൻ. ടു എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് ആറ്റം ദ ഫസ്റ്റ് യൂസ് ഓഫ് ക്വാണ്ടം തിയറി വാസ് മെയ്ഡ് ബൈ ആരാണ് എന്നുള്ളതാണ്. സ്ട്രക്ചർ ഓഫ് ആറ്റം പറയാൻ വേണ്ടി ആദ്യമായിട്ട് ക്വാണ്ടം തിയറി ഉപയോഗിച്ചത് ബോറാണ്. അദ്ദേഹമാണ് പറഞ്ഞത് ദ എനർജി ഓഫ് ഈച്ച് ഇലക്ട്രോൺ ഈസ് ഫിക്സ്ഡ്, അതായത് ക്വാണ്ടൈസ്ഡ്. ഓരോ ഓർബിറ്റലിൻ്റെയും എനർജി ക്വാണ്ടൈസ്ഡ് ആണ്. ഫിക്സഡ് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത് ഒരു ഫിക്സഡ് പാത്തിലാണ്. അങ്ങനെ കറങ്ങണമെങ്കിൽ അവരുടെ എനർജിയും ഫിക്സ്ഡ് ആയിരിക്കണം എന്ന് പറഞ്ഞു. ആ ക്വാണ്ടൈസേഷൻ എന്നുള്ള വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? ബോറാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആൻസർ ബി ആണ്. So the last question. In a hydrogen atom, if energy of an electron in the ground state is 13.6 electron volt, then that in the second excited state is എന്നാണ്.
വളരെ ശ്രദ്ധിക്കണം. സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ്, സെക്കൻഡ് ലെവൽ എന്നല്ല ചോദിച്ചിരിക്കണം, സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്നാണ്. അപ്പോൾ നമുക്ക് എനർജി ഓഫ് ദ ഇലക്ട്രോൺ കണ്ടുപിടിക്കാൻ ഉള്ളൊരു ഇക്വേഷൻ ഉണ്ടല്ലോ, En, എനർജി ഓഫ് ദ ഇലക്ട്രോൺ ഇൻ ദ എൻഡ് ഓർബിറ്റ് ഈസ് 13.6 ഡിവൈഡഡ് ബൈ, ഇപ്പോൾ ഹൈഡ്രജൻ ആണെങ്കിൽ സിംപ്ലി n² ആണ് ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ ഇവിടെ n² ആണ്. അപ്പോൾ സെക്കൻഡ് എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ ഏതിൽ നിന്നാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ 1ൽ നിന്ന് സെക്കൻഡിലേക്ക്, 1ൽ നിന്ന് 2ലേക്ക് പോകുന്നത് ഫസ്റ്റ്, 2ൽ നിന്നും 3ലേക്ക് പോകുന്നതാണ് സെക്കൻഡ്. അപ്പോൾ ഇവിടെ n-ൻ്റെ സ്ഥാനത്ത് 3 വരണം. അപ്പോൾ 13.6 ഡിവൈഡഡ് ബൈ 3² ആണ്, അതായത് 9. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1.51 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. സോ ദ ആൻസർ ഈസ് എ ആണ്. അപ്പോൾ ഇതാണ് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലെ 25 ക്വസ്റ്റ്യൻസ്. എല്ലാ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഹയർ ലെവലിൽ ചോദിച്ചാലും നിങ്ങൾക്ക് ഈ 1-2 ഇക്വേഷൻസ് അഡീഷണലും കൂടെ പഠിച്ചാൽ ഈ ചാപ്റ്ററിൽ നിന്ന് ഒരുവിധം നമുക്ക് ആൻസേഴ്സ് ചെയ്യാൻ പറ്റും. താങ്ക് യു വെരി മച്ച്.